ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൈറ്റ് വിക്ടേഴ്സ് ഹിന്ദി ടീച്ചർ എടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസുമാണ്. ഇന്നെടുത്തത് ആസ്മാൻ കെ ലിയെ, കൽപ്പന ചൗളയെ പറ്റിയുള്ള ചാപ്റ്ററാണ് എടുത്തിരുന്നത്. എന്ന് പറഞ്ഞ മീനിങ്സ് ഇതൊക്കെയാണ്: ക്ഷേത്ര, മേഖല; ദൃഢ ഇച്ഛ, ശക്തമായ ആഗ്രഹം; സങ്കൽപ്പ്, ദൃഢ നിശ്ചയ്; ഉപാധി, ബിരുദം; അമേരിക്കയ്ക്ക് സർവോच्च അന്തരീക്ഷ അനുസന്ധാൻ കേന്ദ്ര ഏതാണ്? നാസയാണ്. സർവോच्च ഏറ്റവും ഉയർന്ന, ഹയസ്റ്റ്; അന്തരീക്ഷ അനുസന്ധാൻ കേന്ദ്ര ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, സ്പേസ് റിസർച്ച് സെൻറ്റർ. 1988 1988, 1994 1994 ചുൻ ലിയ തിരഞ്ഞെടുത്തു, സെലക്റ്റഡ്. 1997 1997 भारत की पहली महिला अंतरिक्ष यात्री कल्पना चावला. 2003 अभियान दौत्यम विशेषज्ञ विदग्ध स्पेഷ്യലിസ്റ്റ്. പൂർവ്വ, മുൻപ്, സംവാദദാത, റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ്. ക്രമബദ്ധ കരെ, ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ആക്ടിവിറ്റി നിങ്ങളോടൊരു സമാചാർ തയ്യാർ കരെ, ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ഒരു ആത്മകഥയായിട്ട് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റീസൊക്കെ നോക്കാം. മൂന്നാമത്തേത് കൽപ്പന ചൗളയുടെ പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. സഹി ജോഡി ബനായി പറഞ്ഞിട്ടുണ്ട്. മദർ തെരേസ ഏതാണ്? മദർ തെരേസ സമാജ് സേവയാണ്. ലതാ മങ്കേഷ്കർ സംഗീത്, പാട്ടാണ്. കിരൺ ബേദി പോലീസ് സേന, പോലീസ് ഓഫീസറാണ്. സുഗതകുമാരി സാഹിത്യ ഓർ പര്യാവരൺ, സാഹിത്യവും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ആക്ടിവിസ്റ്റുമാണ്. ഓക്കെ, ക്രമബദ്ധ കരെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് ഓർഡറിലാണ് ഇത് നടന്നിട്ടുള്ളത്? നാസാമേ വൈജ്ഞാനിക് കെ രൂപ് മേ ഭർത്തി ഹോ ഗയി, നാസയിൽ ഒരു സയൻറ്റിസ്റ്റായിട്ട് ജോയിൻ ചെയ്തു. അന്തരീക്ഷ യാത്രി കെ രൂപ് മേ ചുൻ ലിയ ഗയ, അന്തരീക്ഷ യാത്രയായിട്ട് സെലക്ട് ചെയ്തു. പെഹ്ലി അന്തരീക്ഷ യാത്ര കി, ആദ്യത്തെ അന്തരീക്ഷ യാത്ര ചെയ്തു. കൊളംബിയ ഉഡാൻ മേ മിഷൻ വിശേഷജ്ഞ ബൻ ഗയി, കൊളംബിയയിൽ അവരായിരുന്നു സ്പെഷ്യലിസ്റ്റായിട്ട് ജോയിൻ ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവനി കാ ശീർഷക് കഹാ തക് സാർത്ഥക് ഹേ, ചർച്ച കരേം. ഈ ഒരു ലെസണിന് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ എത്രമാത്രം യോജിച്ചതാണ് അതിനെപ്പറ്റി പറയാനാണ്. यह शीर्षक कल्पना चावला के बारे में है. बचपन से ही उनकी कल्पनाएं आकाश के अतिरिक्त के संसार के बारे में था. वही कल्पनाओं और उनके परिश्रम ने उन्हें अंतरिक्ष यात्री बनाई. उनकी दूसरी यात्रा में धरती की ओर लौटते वक्त कोलंबिया स्पेस शटल दुर्घटना में कल्पना चावला समेत सभी यात्रियों की मौत हो गई. कल्पना चावला सिर्फ आकाश के लिए बनी थी. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ശീർഷകം കൽപ്പന ചൗളയെ പറ്റിയാണ്. അവർ ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ചിരുന്നത് ആകാശവും അതിനപ്പുറമുള്ള ലോകം കാണാനാണ്. അവരുടെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ പരിശ്രമവും തന്നെയാണ് അവരെ ഒരു അന്തരീക്ഷ യാത്രയാക്കിയത്. ഓക്കെ, അവരുടെ രണ്ടാമത്തെ യാത്രയായ കൊളംബിയ സ്പേസ് ഷട്ടിൽ വെച്ചാണ് അവരവരുടെ ജീവൻ കൈവെടിഞ്ഞത്. അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി എല്ലാ യാത്രികൾക്കും സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു. കൽപ്പന ചൗള ആകാശത്തിന് വേണ്ടി മാത്രം ഉള്ളതാണെന്നാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. കൽപ്പന ചൗളയ്ക്ക് പഹലി അന്തരീക്ഷ യാത്ര സഫൽ ഹുയി, സമാചാർ തയ്യാർ കരേ. ഞാനിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡിങ് കൊടുത്തിട്ടുള്ളത് പഹലി ഉഡാൻ എന്നാണ്. ദില്ലി, आज सभी भारतीयों के लिए बड़ा गर्व का दिन है. अमेरिका के सर्वोच्च अनुसंधान केंद्र नासा के अंतरिक्ष यात्रा में हमारे देश के कल्पना चावला भी शामिल है. ये उनकी पहली अंतरिक्ष यात्रा थी. वे नासा में अंतरिक्ष वैज्ञानिक के रूप में काम कर रही है. ആജ് കാ ദിൻ ഭാരതീയ. അപ്പം ഞാൻ കൊടുത്തത് പെഹ്ലി ഉഡാൻ, ആദ്യത്തെ പറക്കൽ. ഡൽഹിയിൽ നിന്നാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഭാരതീയർക്കെല്ലാം വളരെ അഭിമാനിക്കാവുന്ന ദിവസമാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ റിസർച്ച് സെൻ്ററായ നാസയിലെ അന്തരീക്ഷ യാത്രയിൽ ഭാരതത്തിൽ നിന്നുള്ള കൽപ്പന ചൗളയുമുണ്ട്. ഓക്കെ, ഇത് അവരുടെ ആദ്യത്തെ അന്തരീക്ഷ യാത്രയാണ്. കൽപ്പന ചൗള ഇപ്പോൾ ജോലി ചെയ്യുന്നത് അന്തരീക്ഷ വൈജ്ഞാനികമായിട്ടാണ്, അന്തരീക്ഷ സയൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്ത് വരുന്നത്. ഇന്നത്തെ ദിവസം ഭാരതീയർ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇത് അന്ന് ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് പറയുന്നത്. കൽപ്പന ചൗളയ്ക്ക് പ്രൊഫൈൽ തയ്യാർ കരയും. കൽപ്പന ചൗളയുടെ പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാം വേണം, പേര് വേണം, ജന്മസ്ഥാൻ ജനിച്ച സ്ഥലം, അച്ഛൻ്റെ പേര്, എന്തൊക്കെയാണ് യോഗ്യതകൾ, എന്തൊക്കെയാണ് ഉപലബ്ധിയാം അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. नाम कल्पना चावला, जन्म 17 मार्च 1962, जन्मस्थान हरियाणा के करनाल जिले में, पिता बनारसी लाल चावला,
योग्यताएं टेक्सास विश्वविद्यालय से इंजीनियरिंग में स्नातकोत्तर उपाधि, कोलोराडो विश्वविद्यालय से PhD। उपलब्धियां എന്തൊക്കെയാണ്? नासा का वैज्ञानिक पहली अंतरिक्ष यात्रा 1997, दूसरी अंतरिक्ष यात्रा 2003, मृत्यु एപ്പോഴാണ്? 2003 में। ओके, कल्पना चावला पहली भारतीय महिला अंतरिक्ष यात्री है। इसी प्रकार विभिन्न क्षेत्रों में प्रथम आई महिलाओं का नाम और उनका कार्यक्षेत्र लिखे। കൽപ്പന ചൗളയാണ് ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ അന്തരീക്ഷ യാത്ര നടത്തിയത്. ഇതുപോലെ തന്നെ പല ഫീൽഡ്സിലും ഇങ്ങനെ ആദ്യം വന്നിട്ടുള്ള സ്ത്രീകളെ പറ്റിയാണ് എഴുതാൻ പറയുന്നത്. നോക്കാം നമുക്ക്. പ്രതിഭ ദേവി സിംഗ് പട്ടേൽ भारत की पहली महिला राष्ट्रपति बनी थी। किरण बेदी देश की पहली महिला IPS थी। देश में पहली बार जज की कुर्सी पर पहुंचने वाली महिला का नाम जस्टिस M फातिमा बीवी था। इंग्लिश चैनल तैरकर पार करने वाली पहली महिला तैराक आरती साहा थी। महिला क्रिकेट में दोहरा शतक लगाने का रिकॉर्ड मिताली राज के नाम दर्ज है। ഓക്കെ, അപ്പോൾ ആദ്യത്തെ മഹിളാ രാഷ്ട്രപതി ആയത് പ്രതിഭ ദേവി സിംഗ് പട്ടേലാണ്. ആദ്യം IPS ഓഫീസറായത് കിരൺ ബേദിയാണ്. ജഡ്ജായിട്ടിരുന്നത് ജസ്റ്റിസ് M ഫാത്തിമ ബീവിയാണ്. ഇംഗ്ലീഷ് ചാനൽ കടന്നതാരാണ്? ആരതി സാഹയാണ്. മഹിളാ ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി അടിച്ചത് മിതാലി രാജാണ്. अपने പരിചിത किसी വ്യക്തി की പ്രൊഫൈൽ തയ്യാർ കരേ. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഞാനിവിടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ പ്രൊഫൈലാണ് കാണിക്കുന്നത്. ഹാബോ കി ഏക് അനോഖി ഉഡാൻ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം സാറിനെ പറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഹാബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡ്രീംസ് ആണ്. അനോഖി ഉഡാൻ എന്ന് പറഞ്ഞാൽ അതുല്യമായൊരു പറക്കൽ. ഓക്കെ, നാം അബുൽ പാക്കിർ ജൈനുലാബ്ദീൻ അബ്ദുൽ कलाम जन्म 15 अक्टूबर 1931 को रामेश्वरम तमिलनाडु में। पिता जैनुलाब्दीन। पढ़ाई मद्रास इंजीनियरिंग कॉलेज से एरोनॉटिकल इंजीनियरिंग। उपलब्धियां 1982 में TRL का डायरेक्टर। 1981 में भारत सरकार ने देश के सर्वोच्च नागरिक सम्मान पद्म भूषण और फिर 1990 में पद्म विभूषण और 1997 में भारत रत्न प्रदान किया। इस अंश को आत्मकथा की शैली में बदले. കൽപ്പന ചൗളനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആത്മകഥ, സ്വയം പറയുന്നത് പോലെ ഇത് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താഴെ കൽപ്പന ചൗളയെക്കുറിച്ച് മറ്റാരോ എഴുതിയ പോലെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൽപ്പന ചൗള സ്വയം പറയുന്നത് പോലെ എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കൽപ്പന ചൗള കാ ജന്മ ഹരിയാന കെ കർണാൽ ജില്ലേ മേ ഹുവ എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മുടെ പേര് പറയില്ലല്ലോ, മേര എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ മേരാ ജന്മ ഹരിയാന കെ കർണാൽ ജില്ലേ മേ ഹുവ. ഉൻകെ പിത എന്ന് പറയുന്നത് മേരെ പിത എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എഴുതേണ്ടത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. मेरा जन्म हरियाणा के करनाल ജില്ലേ में हुआ। मेरे पिता बनारसी लाल चावला की इच्छा थी कि मैं अध्यापिका या डॉक्टर बनूं, परंतु मेरे मन में अंतरिक्ष जगत की रहस्यों को खोलने का सपना था, इसीलिए मैं पंजाब इंजीनियरिंग कॉलेज में प्रवेश लिया था। मेरा प्रिय विषय अंतरिक्ष विज्ञान था. അപ്പോൾ ഇത്രയാണ് ടീച്ചർ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.